Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും വെച്ചിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, കൂടുതൽ മെനക്കേടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു മീഡിയം സൈസിലുള്ള 3 നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്തിട്ടുള്ള 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പഴം നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിന് മുകളിലായിട്ട് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു തേങ്ങയും പഞ്ചസാരയൊക്കെ ഈ പഴത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തേങ്ങയും പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയും ചെയ്യാം. ഒരുപാട് ലൂസായി പോവുകയും വേണ്ട, എന്നാൽ നല്ല കട്ടിയായിട്ട് വരികയും വേണ്ട. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ സോഫ്റ്റ് ആവാനും ഒന്നും കൂടെ നല്ല കറക്റ്റായിട്ട് കിട്ടാനും ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും മിക്സായിട്ട് കിട്ടിയാൽ ഇനി നേരത്തെ പഴം വാട്ടിയെടുത്തിട്ടുള്ള അതേ പാനിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കാരണം കുറച്ചൊരു കട്ടിക്കാണല്ലോ മാവുള്ളത്, അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അടി പെട്ടെന്ന് കരിഞ്ഞു പോവുകയില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് അടി കരിഞ്ഞു പോകുമൊന്നുമില്ല. താഴ്ഭാഗത്ത് വേറെ പാനൊന്നും വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നെയ്യ് സ്പ്രെഡ് ആക്കിയിട്ടുള്ള വേറൊരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. മുകൾ ഭാഗം കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടിയാൽ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.